ശ്രീ ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്നും. ശ്രീ ബാലകൃഷ്ണൻ, കഴിഞ്ഞ തവണ ഇന്ത്യ സഖ്യം ബി ജെ പിയെ എൻ ഡി എ സഖ്യത്തെ വിറപ്പിച്ചതാണ്. പക്ഷേ ഇപ്പോൾ ഇന്ത്യ സഖ്യം അങ്ങനെ ആ ശക്തി ഇപ്പോൾ അതിനുണ്ടോ? സാർ നമസ്കാരം. നമസ്കാരം. ഈ സഖ്യത്തെ തകർക്കുന്നതല്ലേ സാർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലേ സാർ ഈ സഖ്യത്തിന് നേതൃത്വം കൊടുക്കുന്നത്? അവർ തന്നെയല്ലേ ഈ സഖ്യത്തിനെ പൊളിച്ചെടുക്കുന്നത്? കാരണം നമ്മൾ ഈ തമിഴ്നാടിനെ പറ്റി ചിന്തിച്ചു നോക്കുക. തമിഴ്നാട്ടിൽ DMK ആയിട്ട് സഖ്യത്തിലിരിക്കുമ്പോഴാണ് മറുപക്ഷത്തിൽ പാർട്ടി അധികാരത്തിൽ വരുമ്പോൾ വേഗം അവിടെ പോയി പിന്തുണ കൊടുക്കും. അത് മറ്റുള്ള ഘടകകക്ഷികൾ ചെയ്താലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ടീം വളരെ കൂടുതൽ ആലോചിക്കേണ്ടതായിരുന്നു. അതും പ്രത്യേകിച്ച് ഒരു പ്രതിഭാസത്തിൽ പെട്ടെന്ന് ഉണ്ടായ ഒരു സിനിമാ താരത്തിന്റെ ഒരു ഗവൺമെന്റിലാണ് ഇവർ പിന്തുണ കൊടുക്കുന്നത്. അപ്പൊ അവർക്ക് അത്രയും ചിന്താശേഷി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാല് രാജ്യത്ത് ഒരു സിനിമാ നടന്റെ പാർട്ടി അധികാരത്തിൽ വന്നിട്ട് അതെങ്ങനെ പിടിച്ചു നിൽക്കാം. രാഷ്ട്രീയ ഗമ്മിക്കും സിനിമയിലെ ഗമ്മിക്കും രണ്ടും രണ്ടാണ്. രാഷ്ട്രീയ ഗമ്മിക്ക് രാഷ്ട്രീയം പഠിച്ച് രാഷ്ട്രീയത്തിൽ ഗോതയിൽ ഇറങ്ങി പഠിച്ചാലേ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകാനാവും. അതിന് എന്റെ ഈ 60 വയസ്സിലെടുക്കുള്ള അനുഭവം അതാണ്. അത് മനസ്സിലാക്കുന്നവർക്ക് മാത്രമേ രാഷ്ട്രീയത്തെ പഠിച്ചാൽ മാത്രമേ പൊളിറ്റിക്സിൽ പിടിച്ചു നിൽക്കാൻ പറ്റൂ. അപ്പൊ അതുകൊണ്ട് കോൺഗ്രസ് വളരെ മോശമായ തീരുമാനം. പിന്നെ ഇടതുപക്ഷ പാർട്ടികളെ സംബന്ധിച്ച് അവർ ആരെ കൂടെയും പോകും. കാരണം അവർക്ക് ഇപ്പം ദേശീയ പാർട്ടി അംഗീകാരം നിലനിർത്തി വന്നതാണ്. അവർക്ക് അധികാരമൊന്നുമല്ല, അവർക്ക് ദേശീയ പാർട്ടി അംഗീകാരം നിലനിർത്തേണ്ട ഒരു കടമയാണ്. അത് ആരുടെ കൂടെയും അവർ പോകും. ഒരു നിലപാട് ഒരു ആദർശവും അവരില്ല. അവരൊക്കെ ബാലകൃഷ്ണൻ, ഈ ഇടതുപക്ഷ പാർട്ടികൾ ആരുടെ കൂടെ പോകുമെന്നുണ്ടെങ്കിൽ താങ്കൾക്ക് അങ്ങനെ ഏത് ഘട്ടത്തിലാണ് ഇടതുപക്ഷ പാർട്ടികൾ ഇന്ത്യയിലെ സംഘപരിവാരത്തിനൊപ്പം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അധികാരത്തിന് വേണ്ടിയോ മറ്റേതെങ്കിലും കാര്യത്തിന് വേണ്ടിയോ ഇടതുപക്ഷം പോയതായി ഒന്ന് ചൂണ്ടിക്കാണിക്കാമോ? അതൊരു തന്ത്രമാണ് സാർ, അതൊരു തന്ത്രമാണ്. അതിനുള്ള ചാൻസ് വരട്ടെ. മറ്റുള്ള സ്റ്റേറ്റുകളിൽ അതിനുള്ള ചാൻസ് അല്ലേ ഏറ്റവും കൂടുതലുള്ളത്? അത് ഇപ്പൊ കേരളത്തിൽ BJP ഒരു ഇടതുപക്ഷ ശക്തിയായ കേന്ദ്രങ്ങളിൽ BJP അങ്ങനെ ഒരു പ്രധാനപ്പെട്ട എതിരാളിയല്ല. അപ്പോൾ അവരുമായി ചേരലല്ലേ നല്ലത്. പക്ഷേ ഇടതുപക്ഷം ഏതെങ്കിലും ഘട്ടത്തിൽ BJPയുമായി ഇന്ത്യയുടെ ഈ ചരിത്രത്തിൽ ഇതുവരെയും അങ്ങനെ ഒരു സഖ്യത്തിന് പോയിട്ടുണ്ടോ? ഇല്ലല്ലോ. അതാണ് ഞാൻ പറഞ്ഞത് സാർ. രാഷ്ട്രീയ പൊളിറ്റിക്സ് പഠിച്ച് കളത്തിൽ ഇറങ്ങി പഠിച്ചവരാണ് CPIM. അതുകൊണ്ടാണ് അവരാർക്കൊപ്പം അധികാരത്തിന് വേണ്ടിയോ ദേശീയ പാർട്ടി പദവി നിലനിർത്താൻ ആർക്കൊപ്പം പോവും എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പോയതിനൊരു ഉദാഹരണം താങ്കൾ ചൂണ്ടിക്കാണിക്കണം. അങ്ങനെ ഒരു ഉദാഹരണം ആ പാർട്ടിക്ക് മുന്നിലില്ല. ഹലോ ഹിന്ദുത്വവും ഹിന്ദു വർഗീയവാദവും പറഞ്ഞിട്ടല്ലേ RSSനെ കൂടുതൽ എതിർക്കുന്നത്? റൈറ്റ് അല്ലേ? മഹാരാഷ്ട്രയിൽ അവരെ ഗവൺമെന്റ് ആർക്കാ സപ്പോർട്ട്? ശിവസേനക്ക്. അപ്പൊ അങ്ങനെയൊന്നും സാർ ഇടതുപക്ഷത്തിന് ഇത് ഇടതുപക്ഷം കേരളത്തിൽ ഇപ്പം തന്ത്രം ഉപയോഗിക്കുന്നത്. ഇനി ഇൻ കേസ് BJPയുടെ കൂടി നിന്ന് ഒരു വിജയം ഉണ്ടാവുമെന്ന് ചെയ്യുന്ന കാലത്ത് ബാലകൃഷ്ണൻ, ഞാൻ അതാണ് പറഞ്ഞത്. BJP കേരളത്തിൽ CPMഉം കോൺഗ്രസും തമ്മിൽ മത്സരിക്കുന്നു. അവിടെ BJP ഒരു കേരളത്തിലെ ഈ പറയുന്നത് പോലെ മുഖ്യ എതിരാളിയല്ല, പക്ഷേ അവരൊരു പ്രധാനപ്പെട്ട പാർട്ടിയാണ്. അവരുമായിട്ട് ഏതെങ്കിലും ഘട്ടത്തിൽ CPM സഖ്യത്തിന് പോയിട്ടുണ്ടോ? ഇല്ല. ഇന്ത്യയിൽ എവിടെയെങ്കിലും BJPയുമായി CPM സഖ്യത്തിന് പോയിട്ടുണ്ടോ? അങ്ങനെ ഒരു ഘട്ടത്തിലും CPM അധികാരത്തിന് വേണ്ടിയോ മറ്റേതെങ്കിലും കാര്യത്തിന് വേണ്ടിയോ CPMോ ഇടതു പാർട്ടികളോ ഈ സംഘപരിവാര ശക്തികളുമായി എവിടെയെങ്കിലും ഒരു സഖ്യത്തിന് പോയിട്ടില്ല. അപ്പോൾ പിന്നെ അവർക്കെതിരെ വെറുതെ ഒരു ആക്ഷേപം, തന്ത്രത്തിൽ അവർ മോശമാണ് അല്ലെങ്കിൽ മറ്റു കാര്യത്തിൽ അവർ പ്രകടനം മോശമാണ്, അതൊക്കെ പറയാം. പക്ഷെ അവര് ദേശീയ പാർട്ടി പദവി നിലനിർത്താൻ ആരുമായും കൂട്ടുചേരുമെന്ന് പറയുന്നത് തെറ്റാണെന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞു പോകാൻ പറ്റത്തില്ല. മഹാരാഷ്ട്രയിൽ താങ്കൾ പറയും, ഉദാഹരണം ചൂണ്ടിക്കാണിക്കൂ. മഹാരാഷ്ട്രയിൽ ആ സഖ്യത്തിലാണോ CPM മത്സരിച്ചത്? താങ്കൾ എന്താണ് ഈ പറയുന്നത്? എങ്ങനെ പിന്തുണ ആ സർക്കാരിൽ പിന്തുണ കൊടുത്തിരിക്കുകയാണ്? ഞാൻ ചോദിച്ചത് ആ സഖ്യത്തിലാണോ മത്സരിച്ചത് CPM? അവിടെ ഏതെങ്കിലും CPM അവിടുത്തെ BJP സഖ്യത്തിലോ അല്ലെങ്കിൽ ഈ പറയുന്ന ശിവസേന സഖ്യത്തിലാണോ CPM മത്സരിച്ചോ? അതൊരു സാങ്കേതികത്വം മാത്രമാണ്. അതായത് സാങ്കേതികത്വം എന്ന് പറയുന്നത് എങ്ങനെയാണ്? എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് BJPയുമായി ചേർന്ന് മത്സരിച്ചു, ശരിയാണ്. ഇന്ത്യയിൽ വളരെ കുറച്ച് പാർട്ടികൾ മാത്രമേ ഉള്ളൂ BJPയുമായി ഒരു ഘട്ടത്തിലും സഖ്യം ഉണ്ടാക്കാത്ത പാർട്ടികൾ. DMK സഖ്യം ഉണ്ടാക്കേണ്ടതുണ്ട്, തൃണമൂൽ കോൺഗ്രസ് സഖ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ത്യയിൽ ബഹുഭൂരിപക്ഷം പാർട്ടികളുമുണ്ട്. അത് എന്ന് പറയുന്നത് ഇന്ത്യയിൽ 2-3 പാർട്ടിയേ ഉള്ളൂ. CPM കാണും, CPI കാണും, അല്ലെങ്കിൽ RJD കാണും, ലാലു പ്രസാദ് യാദവിൻ്റെ, അല്ലെങ്കിൽ അഖിലേഷ് യാദവ് ഇപ്പോൾ നയിക്കുന്ന മുലായം സിംഗ് യാദവ് നയിച്ചുകൊണ്ടിരുന്ന SP കാണും. ഇതൊഴികെ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം പാർട്ടികളും കാലാകാലങ്ങളിൽ ഇപ്പൊ BJPക്ക് തന്നെ അങ്ങനെയൊന്നുമില്ല. BJP PDP ആയിട്ട് വരെ സഖ്യം ഉണ്ടാക്കുന്ന പാർട്ടിയാണ്. പക്ഷെ അങ്ങനെ സഖ്യം ഉണ്ടാക്കാത്ത 3-4 പാർട്ടികളുണ്ട്. ആ പാർട്ടികൾ എത്ര ദുർബലമായാലും അവരുടെ ആ നിലപാടിനെ അംഗീകരിക്കണ്ടേ? അല്ല സാർ, പ്രതികരിക്കാനല്ലേ വിളിച്ചത്? അല്ല, താങ്കൾ തെറ്റ് കാര്യങ്ങൾ പറഞ്ഞാൽ പിന്നെ അതെങ്ങനെ അംഗീകരിക്കും? അങ്ങനെ പറയാൻ പറ്റില്ല സാർ. പറ്റില്ലെന്ന് പറയാൻ താങ്കൾ എന്നാൽ അതിന്റെ ഒരു ഉദാഹരണം ചൂണ്ടിക്കാണിക്കൂ. ഉദാഹരണം മഹാരാഷ്ട്രയിൽ ശിവസേന. മഹാരാഷ്ട്രയിൽ ഏത് സഖ്യത്തിലാണ് CPM മത്സരിച്ചത്? പിന്തുണ കൊടുത്തിട്ടുണ്ടോ സർക്കാരിന്? ഏത് സർക്കാരിന്? എവിടെ? താങ്കൾ ഏത് സഖ്യത്തിലെ CPM കഴിഞ്ഞ തവണ മത്സരിച്ചത്? ഈ മഹാരാഷ്ട്രയിൽ ഏതെങ്കിലും ഒരു സഖ്യത്തിന്റെ ഭാഗമായിട്ടാണോ? ഈ കോൺഗ്രസ് കൊടുത്ത ശിവസേനക്ക് കൊടുത്ത സഖ്യത്തിൽ അവർ ശിവസേനയ്ക്ക് കൊടുത്ത സഖ്യത്തിലും ഒന്നും കോൺഗ്രസ് CPM അംഗമല്ല. അത് സാറ് പറയുന്നതല്ലേ? ഞാനല്ല പറയുന്നത്. പാർട്ടിയും താങ്കൾക്ക് വ്യക്തമല്ലേ? താങ്കൾ വെറുതെ ഒരു ആരോപണം ഒരു പാർട്ടിക്ക് നേരെ ഉന്നയിക്കുന്നത് ശരിയല്ല. അതെ,
ഇടതുപക്ഷ പാർട്ടികൾ ഒരു നിലപാടുമില്ല. അവർക്ക് ദേശീയ പാർട്ടി ഇടതുപക്ഷ പാർട്ടികൾക്ക് അക്കാര്യത്തിൽ കൃത്യമായ നിലപാടുണ്ട്. ആ കാര്യത്തിൽ നിലപാട് അവർക്കുണ്ട്. ആ നിലപാടിന് വിരുദ്ധമായി അവർ ഇതുവരെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഞാനതാ പറഞ്ഞേ, ഇന്ത്യയിൽ BJP-യുമായി സഖ്യത്തിൽ പോകാത്ത 3-4 പാർട്ടികളെ ഉള്ളൂ. ആ പാർട്ടി ഒരു കാലത്തും അവരുമായി സഖ്യത്തിൽ പോയിട്ടില്ലാത്ത പാർട്ടികൾ, ആ പാർട്ടികളിൽ ഒന്നാണ് ഇടതുപക്ഷ പാർട്ടികളും കേരളത്തിലെ. ഒരിക്കലുമല്ല, ഒരു സാങ്കേതികത്വം മാത്രം. സാങ്കേതികത്വമല്ല, അതൊക്കെ നിലപാടാണ് ശ്രീ ബാലകൃഷ്ണൻ. അല്ലാതെ കാലാകാലങ്ങൾ അധികാരം പിടിക്കാൻ വേണ്ടി ആർക്കൊപ്പം പോകുന്നവരെ പോലെയാണ്. നിയമസഭയിൽ ഭൂരിപക്ഷം കൊടുക്കാൻ പിന്തുണ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പിന്തുണ തന്നെയാ. ഏത് പിന്തുണ എവിടെ കൊടുക്കുന്നത് താങ്കൾ ഈ പറയുന്നത്? താങ്കൾ എന്താണ് ഈ പറയുന്നത്? വെറുതെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ മതിയോ? ശിവസേനക്ക് കൊടുത്തിട്ടുണ്ട്. ശിവസേനയ്ക്ക് ഒരു ഇടത് സഖ്യം ശിവസേനയുടെ സഖ്യത്തിന്റെ ഭാഗമാണോ? ശരി, ഓക്കെ ബാലകൃഷ്ണൻ, താങ്കളുടെ ഒരു കാര്യം പറഞ്ഞാൽ താങ്കൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ശരി ശ്രീ ബാലകൃഷ്ണൻ. ശ്രീ ബിനോയ് ആണ് കൊല്ലത്ത് നിന്നും. ശ്രീ ബിനോയ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ കേരളത്തിൽ ഇന്ത്യയിലെ ഒരു പ്രതിപക്ഷ സഖ്യം, ആ സഖ്യം ഇപ്പോൾ വല്ലാതെ ദുർബലമാവുകയാണോ? നമസ്കാരം കിരണേ. ഒരു ദുർബലവുമാവുന്നില്ല. ഇത് രാഷ്ട്രീയത്തിൽ സർവ്വസാധാരണമാണ്. ഒരു ദുർബലവും ഇല്ല. അങ്ങനെ ദുർബലമാവാനൊട്ട് ഇന്ത്യയിലെ ജനങ്ങൾ സമ്മതിക്കുകയില്ല. ജനാധിപത്യ മതേതര വിശ്വാസികൾ ഒരിക്കലും സമ്മതിക്കുകയില്ല. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.